Hi friends, ഞാൻ Urmila Deepak. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നെയ്യ് എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് സ്മോൾ സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും വീട്ടിൽ പാല് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. മിൽമ പാക്കറ്റ് പാലായാലും അല്ലെങ്കിൽ പശുവിന്റെ പാലായാലും നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ ചായയിൽ അല്ലെങ്കിൽ പാലിൽ നമ്മൾ പാട കാണുമ്പോൾ എടുത്തു മാറ്റുന്നവരാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അത് കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും പലർക്കും ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അത് അത്രയ്ക്കും ഹെൽത്തി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഞാൻ ട്രഡീഷണൽ വേയിലാണ് നമ്മൾ ഇവിടെ ഗീ പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കുന്നത്. പലർക്കും ഇത് പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് ലൈറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. എന്നാൽ പോലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഫീൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ ഞാൻ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും യൂസ്ഫുൾ ആവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരാണ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അവർക്ക് വേണ്ടിയിട്ട് അഡൾട്രേഷൻ ഒന്നും ഇല്ലാതെ നല്ല പ്യുവർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ അവർക്ക് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ. പിന്നെ പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കാം എനിക്കറിയാം. എന്നാലും പുതിയ അമ്മമാർക്ക് നല്ലൊരു അറിവായിരിക്കും ഈ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത 1-2 കാര്യങ്ങളുണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞു തരുവാണ്. വേറൊന്നുമല്ല, ഞങ്ങളിപ്പോൾ പശുവിന്റെ പാലാണ് മോൾക്ക് കൊടുക്കാനായിട്ട് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ പാക്കറ്റ് പാലും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പശുവിന്റെ പാലിലാണ് കുറച്ചുകൂടെ നമുക്ക് അതിന്റെ ഒരു പാൽപ്പാടൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുക. ഇനി നമുക്ക് പാക്കറ്റ് പാലൊക്കെ അതിൽ നല്ലോണം ക്രീം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ തലേ ദിവസം രാത്രിയൊക്കെ പാല് തിളപ്പിച്ചൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്തേക്ക് എടുക്കുമ്പോഴത്തേന് നല്ലൊരു ലെയർ നമുക്ക് പാൽപ്പാട കിട്ടും. അതുപോലെ തന്നെ നമ്മൾ 1-2 തവണ നന്നായിട്ട് പാല് തിളപ്പിക്കുമ്പോഴത്തേനും നമുക്ക് നല്ല ഒരു ക്രീമി ആയിട്ടുള്ള ലെയർ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്താണ് യെല്ലോ ലെയർ ആണ് നമ്മൾ ഗീ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാലത്ത് പാല് തിളപ്പിക്കും. പാൽക്കാരൻ പാല് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ പാല് തിളപ്പിക്കും. അപ്പോൾ നമുക്ക് പാൽപ്പാട് വളരെ കുറച്ച് നല്ല എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് നമുക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ വൈകിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ടൈം അത് ബോയിൽ ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ള ഒരു പാൽപ്പാട് നമുക്ക് കിട്ടുന്നതാണ്. അത് നമ്മൾ രാത്രി എടുത്ത് മാറ്റി വെക്കും. അത് എടുത്ത് മാറ്റി നമ്മൾ ഫ്രീസറിൽ കീപ്പ് ചെയ്യും. അങ്ങനെ ഏകദേശം ഒരു 2-3 മാസം ആകുമ്പോഴാണ് ഞങ്ങൾ ഈ പാൽപ്പാട എടുത്തിട്ട് നെയ്യ് ആക്കി. അപ്പോൾ പാക്കറ്റ് പാലിൽ നിന്നായാലും അതുപോലെ തന്നെ പശുവിന്റെ പാലിൽ നിന്നായാലും ഇതേ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ക്രീം ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാറുള്ളത്. എന്താ പറയുക, ബട്ടർ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഗീ ആക്കിയിട്ട് മെൽറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള പാൽപ്പാട ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ നാളെയാണ് നെയ്യ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഒഴിച്ച് വെക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട്. അതൊരു ഓവർനൈറ്റ് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുക. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെ കടയുക എന്നുള്ളതാണ്. അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ ഈ കടയുന്നത് കേട്ടോ. ഈ കടയുന്ന കോലിന് നമ്മൾ മത്തെന്നൊക്കെയാണ് പല സ്ഥലങ്ങളിലും പറയുന്നത്. എനിക്ക് കറക്റ്റ് ഇതിൻ്റെ പേരറിയില്ല. ഞങ്ങൾ കടയുന്ന ഒരു കോലും തന്നെയാണ് വീട്ടിൽ പറയുന്നത്. പക്ഷെ പലരും അതിനെ മത്തെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇത് കടയേണ്ടത്. 2 കൈ വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു കോല് പ്ലേസ് ചെയ്തിട്ട് ഔട്ടർ ലെയറിൽ മാത്രമാണ് നമ്മൾ നന്നായിട്ട് കടയേണ്ടത്. അപ്പോൾ ഇത് അമ്മൂമ്മയാണ് കേട്ടോ കടഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി അമ്മൂമ്മയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാറ് സാധാരണ. അപ്പോൾ ഇതുപോലെ നമ്മൾ സിങ്കിൽ ഇറക്കി വെച്ചൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ക്രീമൊക്കെ തെറിച്ച് പോവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ക്ലീനിങ്ങിന് നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇതുപോലെ തെറിച്ചൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് അതൊക്കെ എടുത്ത് അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബട്ടർ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചേണിങ് പ്രോസസ്സ് ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ബട്ടർ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടർ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കലാണ്. അതിന് മുന്നായിട്ട് ഈ ഒരു ചേണിങ് മെഷീൻ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡിനറി പാത്രങ്ങളുടെ ഷോപ്പിലൊക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ ആമസോണിലും ഈ സംഭവം അവൈലബിൾ ആണ് കേട്ടോ. അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് ബട്ടർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ബട്ടർ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി, തനിയെ ക്ലീൻ ആയിക്കോളും.
വേണമെങ്കിൽ നമുക്കൊരു സ്ട്രെയിനറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്മുമ്മയുടെ ഒരു രീതിയാണ്. കൈകൊണ്ട് നന്നായിട്ട് എന്താ പറയുക, ഈ ബട്ടർ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുടഞ്ഞ് പതുക്കനെ കുടഞ്ഞെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. അങ്ങനെ 1-2 തവണ ഈ വെള്ളം മാറ്റി കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള ബട്ടർ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഗീ പ്രിപ്പയർ ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റായിട്ട് പോകുന്ന ഈ പാൽപ്പാടയിൽ നിന്നാണ് നമ്മൾ എന്താ പറയുക ഗ്യാസിൻ്റെ ആ ഒരു ചിലവ് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഗീ, നല്ല പ്യുവറായിട്ടുള്ള ഗീ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ മാത്രമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെ ഫ്രീസറിലൊക്കെ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ബട്ടർ മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായിട്ട് പോകും. ഇല്ല, നിങ്ങൾക്ക് നേരിട്ട് ഗീയിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഗീ ആയിട്ട് മെൽറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഇതുപോലൊരു പാത്രത്തിൽ ചൂടാക്കാനായിട്ട് വെക്കുക. ചൂടാക്കാനായിട്ട് വെക്കുന്ന പാത്രം എന്താ പറയുക, നല്ല അടിയിൽ നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം കേട്ടോ. അപ്പോൾ ദേ അമ്മൂമ്മ അതിൽ നിന്ന് ബട്ടർ വീണ്ടും ക്ലീൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1-2 തവണ ഇതുപോലെ കഴുകിയെടുത്താൽ നല്ല ശുദ്ധമായിട്ടുള്ള ബട്ടർ നമുക്ക് കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ബട്ടർ മിൽക്കിനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ യൂസ് ചെയ്യാറില്ല, പക്ഷേ പലരും യൂസ് ചെയ്യുന്നതായിട്ട് പറയാറുണ്ട്. ഞങ്ങൾ എന്തോ ഇങ്ങനെ കുറേ നാൾ വെച്ചിരിക്കുന്ന പാൽപ്പാട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ എടുക്കാറില്ല. പക്ഷെ നല്ല ടേസ്റ്റിയാണെന്നാണ് പലരും പറയാറുള്ളത്. അടുത്തതായിട്ട് ഹീറ്റിംഗ് പ്രോസസ്സാണ്. അത് തന്നെ ഹൈയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് നല്ല അടിഭാഗം കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് പാത്രം ചൂടായിട്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു പ്രോസസ്സ് തന്നെ കാണാനായിട്ട് സാധിക്കും. നല്ല രസമാണ് ഇത് കണ്ടു നിൽക്കാൻ തന്നെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ഈ ഒരു യെല്ലോ കളറ് എന്താ പറയുക, നമ്മുടെ ഗീ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്ഷമയാണ്. പതുക്കനെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് എന്താ പറയുക ബട്ടറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുറച്ച് പാല് മോൾക്ക് വേണ്ടി വാങ്ങിക്കുന്നുള്ളൂ. അതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പാടയാണ് ഞാൻ ഇപ്പോൾ ഗീ ആയിട്ട് മാറ്റുന്നത്. അതേസമയം നിങ്ങൾ കുറേ പാലൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഗീ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഗീക്ക് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു നാച്ചുറൽ സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റിൽ നമുക്ക് മറ്റ് നെയ്യിനേലും പകരം വെക്കാനായിട്ട് സാധിക്കില്ല. അത്രയും ടേസ്റ്റി ആയിരിക്കും ഈ ഒരു നെയ്യെന്ന് പറയുന്നത്. അത് കഴിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് നെയ്യ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതാണ് ശരിക്കും നെയ്യെന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ സോളിഡ്സ് ആണ്. അപ്പോൾ ആ സോളിഡ്സ് നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം ഒരു ഗോൾഡൻ യെല്ലോ ആയിട്ട് നമുക്ക് വെള്ളം പോലെ ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് താഴെ ഈ സോളിഡ്സൊക്കെ സെഡിമെൻറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് താഴെ വീണ് കിടക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഏകദേശം നെയ്യ് റെഡി ആയിട്ടുണ്ട്. അധികം കരിയാതൊക്കെ ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. കണ്ടോ, ഇതാണ് കറക്റ്റ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. നല്ലൊരു ഗോൾഡൻ യെല്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എത്ര ഗീ കിട്ടിയെന്ന് നോക്കിയാലോ. അപ്പോൾ അതേ ഒരു ബൗളിൽ ഏകദേശം ഒരു ബൗൾ നെയ്യാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഇതിന് യെല്ലോ കളറാണെന്നുണ്ടെങ്കിലും ഇത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് കിട്ടും. നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു കൺസിസ്റ്റൻസി ഉള്ള ഒരു പ്യുവർ ഗീ ആണ് നമുക്കിതുകൊണ്ട് കിട്ടുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇഷ്ടമായോ ഗീ പ്രിപ്പയർ ചെയ്ത്? എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞ് ബൗളിൽ കിട്ടിയിരിക്കുന്ന ഗീ കണ്ടില്ലേ, അത്രയാണ് നമ്മൾ ഏകദേശം ഒരു 30 ദിവസത്തെ ഗീ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്രീം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പാൽപ്പാട കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗീ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രോഫിറ്റബിൾ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് കളയുന്ന ഒരു എന്താ പറയുക, ഒരു അൺഹെൽത്തി ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗീ, അതായത് ന്യൂട്രീഷ്യസ് അതുപോലെ തന്നെ അൺഅഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഗീ ആയിട്ട് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടോളാം. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്ത് വിട്ടേക്കാം. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.